എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് എടുക്കാം. എടുത്തിട്ടുണ്ട്. നോട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ഒട്ടിക്കാനാണ് നോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി നോക്കാം. നെക്സ്റ്റ് ഞാൻ എഴുതുന്നത് വെച്ചാൽ എൻ്റെ കളർ സ്റ്റിക്കേഴ്സാണ്. പിങ്ക് തീമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മെലഡീനെ തന്നെ എടുക്കാം. മെലഡിയുടെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെലഡിയുടെ ഈ ഒരു പിക്ചർ എടുക്കാം. നമുക്ക് ഈ സ്റ്റിക്കർ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം. ഞാനത് ഇവിടെ ഇട്ടിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചില്ലേ, ഈ സ്റ്റിക്കറിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പിങ്കാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ സ്കെച്ച് എടുത്തിട്ട് ഞാൻ ഇതുവഴി ഇങ്ങനെ ലൈൻ ഇട്ട് പോവാണ്. ലൈൻ ഇട്ടിട്ട് നമുക്ക് ഞാൻ കരുതുന്ന മെലഡീനെ തന്നെ താഴോട്ട് വെക്കാനാണ്. ഇത്രയും ലൈൻസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത്രയും ലൈൻസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കേഴ്സിനകത്തൊന്നും ഞാൻ
ഇച്ചിരി എടുത്തിട്ടുണ്ട്. കാരണം ഇതുണ്ടോ, ഈ വാഷിംഗ് ടേപ്സിനകത്ത് ഇതുപോലത്തെ ഒരു പിക്ചർ നടക്കൊരു ബട്ടർഫ്ലൈ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അത് എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഒട്ടിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ഹാർട്ട് വരച്ച് കൊടുക്കാം. ഹാർട്ട് വരച്ചിട്ട് സൈഡിൽ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈനും കൂടെ വരച്ച് കൊടുക്കാം. നമുക്ക് ഇത്രയും ബട്ടർഫ്ലൈനെ ഒക്കെ വരയ്ക്കാൻ പറ്റില്ല, കാരണം അത് കുഞ്ഞ് പേജല്ലേ. അതുകൊണ്ട് നമുക്ക് വലിയ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളതൊന്നും വരയ്ക്കാൻ പറ്റില്ല. സോ ഞാൻ എൻ്റെ പിങ്ക് കളറും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു റെഡ് കളർ എടുത്തിട്ട് ഞാൻ താഴെ ഈ ഹാർട്ടിൻ്റെ കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വല്ല ഡോട്ട്സ് വെച്ചിട്ട് ഇവിടെ ഫിലൊക്കെ എടുക്കാം. ഈ വാഷിംഗ് ടേപ്പ് എടുത്തിട്ട് എനിക്ക് തോന്നി ഈ ഒരു സൈഡിൽ സ്റ്റിക്കാണ് എനിക്കുണ്ട്. ഇതെന്തായാലും ഞാനൊരു ബട്ടർഫ്ലൈ ഇതുപോലത്തെ ഒരു പേജ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല മടക്കണം. ഇനി ഇവിടെ നമുക്ക് ഇതിലൊക്കെ എടുക്കാം. അപ്പം ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ടൈം എൻ്റെ ചാനലെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്പേസ് ബ്ലാങ്ക് ആയി കിടക്കാം. സോ അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ വെച്ചാണ് ഞാൻ ക്ലിയർ ആക്കാൻ പോകുന്നത്. ഇതിൻ്റെ അതേ അളവിൽ തന്നെ നമുക്കത് കത്തി വെക്കാം. ഇതൊരു റൈറ്റിങ്സ് പോലെ ആയിരിക്കും കിട്ടുന്നത്. ഈ റൈറ്റിങ്സ് ഉള്ള ചാനൽ ഇതുണ്ട്, ഇങ്ങനെയല്ല നമുക്ക് കിട്ടിയത്. സോ ഇത് ഞാൻ ഇങ്ങനെ ഒട്ടിക്കാനാണ് പറയുന്നത്. ഇതെടുത്തിട്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. സോ ഇവിടെ നമുക്കിങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സ്റ്റിക്കറാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഈ സ്റ്റിക്കറിൻ്റെ നടുവിൽ നമുക്ക് ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഭയങ്കര സ്റ്റിക്കറാണ് ഇത്. നമുക്ക് ഇതുണ്ടാവും. ഇത് രണ്ടെണ്ണം ബട്ടർഫ്ലൈയുടെ ചിറക് വരാറുണ്ട്. ഇത് രണ്ടെണ്ണം നമുക്ക് വേറെ വേറെ ആയിട്ട് വേണം ഒട്ടിക്കാൻ. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് അടുത്താണ് ഒരു ഫ്ലവർ വരയ്ക്കാം. എന്തായാലും ഞാൻ ഒരു കുഞ്ഞ് കൊമ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കൊമ്പ് വേണമെങ്കിൽ പിങ്ക് കളർ കൊണ്ട് വേണം വരച്ച് കൊടുക്കാം. അടുത്ത സൈഡിലെ ഹാഫ് പീസ് കാണില്ല, അപ്പോൾ അത് ഞാൻ പിങ്ക് കൊണ്ട് വരച്ച് കൊടുത്തിട്ട് ബ്ലൂ കൊണ്ട് കൊമ്പ് വരയ്ക്കാം. അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ്